സല്ലല്ലാഹു അലൈഹി വസല്ലമ, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ് നമുക്കത് കാണിച്ചു തന്നിട്ടുള്ളത്. അവരൊക്കെ തന്നെ അവരുടെ ശരീരത്തെയും സമ്പത്തിനെയും ദൈവത്തിന്റെ മാർഗത്തിൽ വിനിയോഗിച്ചവരാണ്. അവരിവിടെ വന്നിട്ട് എന്തെങ്കിലും ഭൂമിയിൽ കുഴപ്പങ്ങളോ അതേപോലെയുള്ള മറ്റുള്ള സംഗതികളോ ആയിരുന്നില്ലല്ലോ ഉണ്ടാക്കിയത്. നമ്മൾ ഖുർആനിലൂടെയും നമ്മൾ പ്രവാചക ചര്യയിലൂടെയും ചരിത്രത്തിലൂടെയും ഒക്കെ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുന്നത് എന്താണ്? അവർ സത്യവുമായി വന്നുകൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ ഈ ഭൂമിയിൽ ഉണ്ടാക്കിക്കൊണ്ട് സമാധാനത്തോടുകൂടി സ്നേഹത്തോടുകൂടി അല്ലെ സന്തോഷത്തോടും കൂടി ജീവിക്കുന്ന ഒരവസ്ഥാവിശേഷം ഉണ്ടാക്കിയിട്ടാണ് പോയിരിക്കുന്നത്. ഈ ബാധ്യത അവരിട്ടേച്ചു പോയ, അവർ ഈ മണ്ണിൽ നിക്ഷേപിച്ചു പോയ ആ വലിയ ബാധ്യത ഏറ്റെടുക്കേണ്ടവരാണ് നമ്മൾ ഓരോരുത്തരും. അതായത് സത്യസന്ദേശം നമ്മുടെ കയ്യിലുണ്ട്. പരിശുദ്ധ ഖുർആൻ എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ ദൈവത്തിന്റെ വചനമാണ്. ഈ വചനം നിങ്ങളൊന്ന് ഒരാവർത്തി വായിക്കണം എന്നാണ്. പലരും വായിച്ചവരായിരിക്കാം, മനസ്സിലാക്കിയവരായിരിക്കാം, പഠിച്ചവരായിരിക്കാം. പക്ഷെ ഇത് ഒന്നുകൂടെ നിങ്ങൾ വായിക്കാൻ ഒരുങ്ങിയാൽ നിങ്ങൾക്ക് എവിടെയും ഒരാക്രമത്തിന്റെയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള മറ്റുള്ള ഒന്നും തന്നെ കാണാൻ സാധിക്കുകയില്ല, അല്ലെ? ഭൂമിയിൽ നിങ്ങൾ സമാധാനമുള്ള ഒരു അന്തരീക്ഷം ഉണ്ടാക്കണം. ഇങ്ങനെ തുടങ്ങിക്കൊണ്ടുള്ള എല്ലാ ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എന്തൊക്കെ വേണോ അതൊക്കെ പരിശുദ്ധ ഖുർആനിലുണ്ട്. അതൊക്കെ തന്നെ ജീവിച്ച് കാണിച്ചു തന്ന പ്രവാചക ചര്യയാണ്. ഇത് നിങ്ങൾ പഠിക്കുകയും മനസ്സിലാക്കുകയും ചെയ്യണം എന്നുള്ളതാണ് എനിക്ക് ആദ്യം തന്നെ പറയുവാനുള്ളത്. ഓരോ പ്രവാചകന്മാരും അതാത് കാലഘട്ടത്തിൽ ഓരോ പ്രവാചകന്മാരും ഉണ്ടായിട്ടുണ്ട്. ആ പ്രവാചകന്മാരൊക്കെ തന്നെ അള്ളാഹുവിന്റെ ദീനിന്റെ സത്യവുമായി കൊണ്ട് വന്നു ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹുവല്ലാതെ ഇലാഹില്ല, ദൈവമില്ല, ഏകശക്തിയാണ് അവൻ എന്നുള്ളതാണ് പ്രഖ്യാപിക്കുന്നത്, അല്ലെ? അള്ളാഹു അല്ലാതെ ഈ ഭൂമുഖത്ത് നമുക്ക് തന്നെ ആലോചിച്ച് നോക്കിയാലേ എല്ലാം അള്ളാഹുവിന്റെ ഒരു കരുത്ത് കൊണ്ട് മാത്രമാണ് ഈ ഭൂമിയിൽ, അല്ലെ? ഒരുപാട് ദൈവങ്ങൾ ഉണ്ടെങ്കിൽ എല്ലാവരും കൂടെ ചെയ്യുമ്പോൾ അതിനുണ്ടാവില്ല, ഒരു പൂർണ്ണത ഉണ്ടാവില്ല. അതേ സ്ഥാനത്ത് ഒരാൾ ചെയ്യുമ്പോൾ ഒരാൾ യജമാനനായിക്കൊണ്ട് ഒരാൾ സൃഷ്ടാവായിക്കൊണ്ട് ചെയ്യുമ്പോഴാണ് അതിന് പൂർണ്ണത ഉണ്ടാകുന്നത്. അതുകൊണ്ട് തന്നെ ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല എന്നാണ് അല്ലാഹു പിന്നെ പറയുന്നത് തന്നെ. ദൈവം ഒന്ന് മാത്രമേ ഉള്ളൂ. ആ ദൈവത്തിന്റെ അനുശാസനകൾ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരാളാണ് ദൈവവിശ്വാസിയാകുന്നത്. അതായത് അള്ളാഹുവിന്റെ പിന്നെ കൽപ്പനകൾ അംഗീകരിച്ചുകൊണ്ട് പ്രവാചകന്മാരുടെ വാക്കുകൾ ശിരസാ വഹിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന ആളുകളാണ് അള്ളാഹുവിന്റെ ദാസന്മാരെന്ന് ഞാൻ വീണ്ടും വീണ്ടും അടിവരയിട്ട് പറയുകയാണ്. അതുകൊണ്ട് തന്നെ ആ പാത പിന്തുടരാൻ ബാധ്യസ്ഥരാണ് നമ്മൾ ഓരോരുത്തരും എന്ന് നമ്മൾ മനസ്സിലാക്കാം. ഞാൻ പറഞ്ഞു വരുന്നത് ജമാഅത്തെ ഇസ്ലാമിയുടെ ഏരിയ കൺവീനറാണ് ഞാൻ ഇന്നിവിടെ നിങ്ങളെ പരിചയപ്പെടുത്തുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. ജമാഅത്തെ ഇസ്ലാമിയെ സംബന്ധിച്ചിടത്തോളം ജമാഅത്തെ ഇസ്ലാമിയുടെ ആദർശം എന്ന് പറയുന്നത് ലാ ഇലാഹ ഇല്ലല്ലാഹ്. പ്രവാചകന്മാർ എന്താണോ നമ്മളോട് പറഞ്ഞത് അതാണ് നമ്മളുടെ ആദർശം. ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ഒരു ഇലാഹില്ല. നമ്മുടെ പ്രവർത്തന മാർഗം അള്ളാഹുവിന്റെ ദീനിന് വേണ്ടി പണിയെടുക്കുക. എന്താണോ അള്ളാഹു നമ്മളോട് കൽപ്പിച്ചത് അത് നമ്മൾ ചെയ്യുക. അത് നന്മയുടെ സംസ്ഥാപനവും തിന്മയുടെ ഉച്ചാടനവുമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കുക. അതുകൊണ്ട് തന്നെ പിന്നെ അതിലൂടെ നമുക്ക് അതിന്റെ ലക്ഷ്യമായിട്ട് നമ്മൾ കാണുന്നത് എന്താണ്? അന്തിമ ലക്ഷ്യം, നമ്മുടെ ഓരോരുത്തരുടെയും അന്തിമ ലക്ഷ്യം എന്താണ്? സ്വർഗമാണ്, അല്ലെ? അന്തിമ ലക്ഷ്യം നമ്മളുടെ സ്വർഗമാണ്. ഇതിലൂടെയൊക്കെ നമ്മൾ സഞ്ചരിച്ച് മുന്നോട്ട് പോകുമ്പോൾ നമ്മൾ എപ്പോഴും ആഗ്രഹിച്ചു കൊണ്ടിരിക്കുന്ന സ്വർഗത്തിലേക്ക് എത്താനുള്ള വഴിയായിട്ട് ഇത് നമുക്ക് കാണാൻ കഴിയും. നമുക്ക് എന്തായാലും ഈ ഭൂമുഖത്ത് ജനിച്ച ഒരാൾക്കും തന്നെ മരണമില്ലാതെ ഇല്ല, അല്ലെ? എല്ലാവരും പ്രായമാകാൻ നേരമില്ലാതെ, പണ്ടൊക്കെ പ്രായമായിട്ടാണെന്ന് നമ്മൾ വിചാരിക്കും, പക്ഷെ പ്രായമാകാൻ പോലും സമയമില്ലാതെ നേരത്തെ തന്നെ ഇപ്പൊ ആളുകൾ നമ്മളിൽ നിന്ന് പിരിഞ്ഞു പോവുകയാണ്. ഈ ഒരു പിരിഞ്ഞു പോക്ക് സഹോദരന്മാരെ നമുക്കുമുണ്ട്. ആ പിരിഞ്ഞു പോകുമ്പോൾ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും, നമ്മൾ സ്വർഗം ആഗ്രഹിച്ച് ജീവിക്കുന്നവരാണ്, അല്ലെ? ആ സ്വർഗത്തിലേക്ക് പോകണമെങ്കിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണം. എന്താണ് നമ്മളോട് ചെയ്യാൻ പറയുന്നത്? ഞാൻ പറഞ്ഞു, നന്മയുടെ സംസ്ഥാപനമാണ്, തിന്മയുടെ ഉച്ചാടനമാണ്. നമ്മൾ തിന്മക്കെതിരെ പോരാടേണ്ടവരാണ്. ഇതാണ് പ്രവാചകന്മാർ ചെയ്തിട്ടുണ്ടായിരുന്നത്, നമുക്ക് കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നത്. ഖുർആൻ നമ്മളോട് പറയുന്നതും അത് തന്നെയാണ്. അപ്പൊ സമൂഹത്തിൽ നിങ്ങൾ ഈ പറഞ്ഞ ശാക്തീകരണത്തിന് ഊന്നല് കൊടുക്കുന്നത് പോലെ തന്നെ ഈ ഒരു പണിയും കൂടെ എടുക്കാൻ ബാധ്യസ്ഥരാണ് എന്നുള്ളൊരു തിരിച്ചറിവ് കൂടി നിങ്ങൾക്ക്
ഉണ്ടാവേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, ഇന്നമൽ മുഅ്മിനൂനല്ലദീന ആമനൂ ബില്ലാഹി വറസൂലിഹി സുമ്മ ലം യർതാബു വജാഹദു ബിഅംവാലിഹിം വഅൻഫുസിഹിം ഫീ സബീലില്ലാഹി ഉലൈക ഹുമുസ് സാദിഖൂൻ. അതായത് അള്ളാഹുവിലും അവന്റെ ദൂതനിലും വിശ്വസിക്കുകയും പിന്നെ അതിൽ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. എന്നിട്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ധനവും ദേഹവും കൊണ്ട് നമ്മൾ എന്ത് ചെയ്യാന് പണിയെടുക്കുക. ധനവും ദേഹവും കൊണ്ട് നമ്മൾ പണിയെടുക്കുക. അങ്ങനെയുള്ള ആളുകളെയാണ് അള്ളാഹു സത്യവാന്മാർ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഖുർആനിൽ മറ്റു പല സ്ഥലങ്ങളിലും ഉലൈകഹുൽ ഫായിസൂൻ എന്തൊക്കെ പറയുന്നുണ്ട്, വിജയിച്ചവരവരാണ്. അപ്പോ ഈ തിരിച്ചറിവ് ഉണ്ടാകുന്നതോടുകൂടി നമ്മൾ പിന്നെയും വീട്ടിൽ ഇരിക്കുന്നവരായി മാറാതെ നിങ്ങളുടെ പ്രദേശത്ത് ഇപ്പൊ തന്നെ ഇന്നലെയും കൂടെ ഒരാളെ എന്നെ വിളിച്ചിട്ട് പറയുന്നുണ്ടായിരുന്നു, ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട്, എന്നാലും ഈ പലിശയിലകപ്പെട്ട ലഹരിയിലടിപ്പെട്ട ഇങ്ങനെ ഒരുപാട് പിന്നെ പ്രയാസങ്ങൾ നമ്മുടെ സമൂഹത്തിൽ ഇപ്പോഴും ഉണ്ട് എന്നുള്ളതാണ്. ഇന്നലെ ഒരാൾ വിളിച്ചൊരു വീടിന്റെ ജപ്തിക്ക് നോട്ടീസ് വന്നിട്ട് ഭയങ്കര ബേജാറ്. ആ ജപ്തിയിലേക്കൊക്കെ എത്തുന്നതിന് മുമ്പേ അവർക്ക് ഇതേപോലെ പലിശ രഹിതായ കൂട്ടായ്മയിലേക്കൊക്കെ ചേരാൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ചോദിച്ചു, നിങ്ങൾ അതിൽ ഇല്ലേ വെച്ചു. അപ്പോ ഇങ്ങനെയൊക്കെ ഇത് ഇപ്പോഴും അറിയാത്ത ആളുകളും നമ്മുടെ സമൂഹത്തിലേക്ക്. അപ്പൊ നിങ്ങളുടെ ഒരു കുറഞ്ഞ സമയം ഈ അയൽക്കൂട്ടത്തെ പരിചയപ്പെടുത്തുക, ആളുകളെ ഇതിന്, അതായത് എല്ലാ പ്രയാസങ്ങളിൽ നിന്നും അവരെ കരകയറ്റാനുള്ള പരിശ്രമം, ഇതൊക്കെ തന്നെ ആയിരിക്കും നാളെ പരലോകത്ത് നമുക്ക് മുതൽക്കൂട്ടായിട്ടുണ്ടാവും. ഇപ്പൊ ഇവിടെ നിങ്ങളുടെ റിപ്പോർട്ട് വായിച്ചപ്പോ 35,000 രൂപ പലിശ പിന്നെ സേവന കേന്ദ്രത്തിന് നിങ്ങൾ കൊടുത്തെന്ന് പറഞ്ഞു. സേവന കേന്ദ്രത്തിന്റെ ഒരു അപേക്ഷ ഇന്നലെ വായിക്കുകയുണ്ടായി. ഒരു മാതാവ് എഴുതിയ എഴുത്ത്, അതിലെന്താ പറയുന്നത് വെച്ചാല്, എന്റെ മോൾക്ക് പെൻസിലും ബുക്കും വാങ്ങാൻ നിങ്ങൾ സഹായിക്കണം. പുസ്തകത്തിന് പോയിട്ടുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് നാളെ പരലോകത്ത് വിലപ്പെട്ടത് തന്നെ ആയിരിക്കും. അതുകൊണ്ട് ഈ പാതയിലൂടെ നിങ്ങൾ സഞ്ചരിക്കുക. ജമാഅത്തെ ഇസ്ലാമിയെ കുറിച്ച് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് വേറെ ഒന്നുമല്ല, അള്ളാഹുവിന്റെ ദീൻ. അള്ളാഹു എന്താണോ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് അത് വീട്ടില് നന്മയുടെ സംസ്ഥാപനത്തിനും തിന്മയുടെ ഉച്ചാടനത്തിനും വേണ്ടിയിട്ട് നിങ്ങൾ ഉണ്ടാവണം. നിങ്ങളുടെ ശരീരം കൊണ്ടും നിങ്ങളുടെ ദേഹം കൊണ്ടും നിങ്ങൾ അതിനു വേണ്ടി ഇറങ്ങിത്തിരിക്കണം. ഈ ഒരു ദൗത്യമാണ് ജമാഅത്തെ ഇസ്ലാമി നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൽ നിങ്ങൾ എന്ത് ചെയ്യണം? ഞാൻ ആരെയും നിർബന്ധിക്കാൻ വേണ്ടി പറഞ്ഞതല്ല, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കണം, നിങ്ങൾ അതിനെക്കുറിച്ച് പഠിക്കണം എന്നുള്ളത് മാത്രമാണ് എനിക്ക് പറയാനുള്ളത്. അതുകൊണ്ട് നമ്മൾ ഒന്നും തന്നെ ഇവിടെ ഇതുവരെ ചെയ്തിട്ടില്ല എന്നുള്ള തോന്നൽ നമുക്ക് എപ്പോഴും ഉണ്ട്. തോന്നലില്ലാത്ത ആരുമില്ല, അല്ലെ? എപ്പോഴും നമ്മളിങ്ങനെ വെറുതെ ഇരിക്കുന്നില്ല, പക്ഷേ നമ്മൾ എന്താ ചെയ്യുന്ന, ഒന്നും ചെയ്തിട്ടില്ല. ഇതിങ്ങനെ നമ്മൾ പറയുന്ന, അല്ലെ? പറയുന്ന നമ്മളിങ്ങനെ പറഞ്ഞ് പോവുകയാണ്. പക്ഷെ ഈ പറയുന്നതിനേക്കാൾ അപ്പുറം ഒരു ദിവസം മുമ്പേ, ഒരു മണിക്കൂർ മുമ്പേ നമ്മളത് തീരുമാനിച്ചിറങ്ങണം എന്നുള്ളതാണ് എന്റെ സഹോദരിമാരോട് എനിക്ക് പറയാനുള്ളത്. കാരണം പ്രവാചകന്റെ ഒരു ഹദീസ് കൂടെ പറഞ്ഞുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കാം. അതായത് 5 അവസ്ഥകൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു ഹദീസ് തന്നെ ആയിരിക്കും. 5 അവസ്ഥകൾക്ക് മുമ്പുള്ള മറ്റ് 5 അവസ്ഥകൾ. അതായത് ഒന്ന് പറയുന്നത് വാർദ്ധക്യത്തിന് മുമ്പുള്ള യൗവനം, അല്ലെ? നമ്മൾ ഇതെല്ലാം നല്ല സമയമൊക്കെ അനാവശ്യമായിട്ട് ഇങ്ങനെ ചെലവഴിച്ച് ഒന്നിലും പെടാതെ ഇങ്ങനെ പോയി അവസാനം നമ്മള് വാർദ്ധക്യത്തിലേക്ക് എത്തുമ്പോൾ നമുക്ക് ഭയങ്കര സങ്കടമായിരിക്കും, അല്ലെ? എനിക്കൊന്നും ചെയ്യാൻ പറ്റിയില്ലല്ലോ, ഞാൻ കുറെ നമസ്കരിച്ചില്ലല്ലോ, ഞാൻ കുറെ നല്ല കാര്യങ്ങൾ ചെയ്തില്ലല്ലോ, എനിക്ക് എന്തെങ്കിലും ആ സമയത്ത് കട്ടിലുള്ളപ്പോ പറ്റുമോ? ഇല്ല. എന്റെ ഒരു സഹോദരി പറഞ്ഞിരുന്നു, എന്റെ ഒരു ദമാമിലുണ്ടായിരുന്ന ഒരു സഹോദരി പറഞ്ഞിരുന്നു, അവൾക്ക് നെഞ്ഞവേദന വന്ന് പിന്നെ ആൻജിയോഗ്രാം ചെയ്യാൻ വേണ്ടിയിട്ട് പിന്നെ തിയേറ്ററിലേക്ക് കൊണ്ടുപോകാൻ പോകുമ്പോ പോലും ഒക്കെ ഭയങ്കര ബേജാറ്. ഞാനിങ്ങനെ സദസ്സിൽ പറഞ്ഞിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല, പക്ഷെ ഭയങ്കര ബേജാറ് വരും. പക്ഷേ ഞാൻ എന്താ ചെയ്യുന്നത്? ഈ ഓപ്പറേഷനിലൂടെ ഞാൻ തിരിച്ച് വന്നിട്ടില്ലെങ്കിൽ ഞാൻ എന്റെ മരണമായിട്ട് പോവുകയാണല്ലോ, ഭയങ്കര ബേജാറ്. പക്ഷെ ആ സഹോദരി ആ ഹോസ്പിറ്റലിൽ നിന്ന് തിരിച്ചു വന്ന് അത്യാവശ്യമുള്ള റെസ്റ്റ് കഴിഞ്ഞപ്പോ കൂടുതൽ ആവേശത്തോടു കൂടി, കൂടുതൽ നമ്മളൊരു ഓപ്പറേഷൻ കഴിഞ്ഞ പിന്നെ അതുമായിട്ട് പയ്യാനായിട്ട് മുന്നോട്ട് പോകും. പക്ഷെ അവൾ പറഞ്ഞെന്താ വെച്ചാല്, ഞാൻ അന്നാണ് എന്റെ മരണത്തെ മുമ്പിൽ കണ്ടത്. അപ്പോ വാർദ്ധക്യത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, മറ്റൊന്ന് പറയുന്നത് രോഗത്തിന് മുമ്പ്, അല്ലെ? രോഗത്തിന് മുമ്പുള്ള ആരോഗ്യം, ഇതും നമ്മളുടെ കയ്യിലല്ല, നമ്മളുടെ കയ്യിലല്ല. കാരണം നാളെ എന്താണ് എന്നുള്ളത് അറിയില്ല. അപ്പൊ ഇപ്പൊ നല്ല ഒരു സമയം നമുക്ക് ചെയ്യാൻ കഴിയുന്ന നന്മകളാൽ, പ്രവർത്തനങ്ങളാൽ നമ്മള് നാളെ പരലോകത്തിന് വേണ്ടിയിട്ട് ഉണ്ടാക്കി വെക്കണം എന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. അതേപോലെ തന്നെ പറയുന്നത് ദാരിദ്ര്യത്തിന് മുമ്പുള്ള യൗവനം. നേരത്തെ ഞാൻ സൂചിപ്പിച്ചു, അല്ലെ? എന്ന് ഞാൻ ഓർമ്മിപ്പിച്ചു. അവിടെയും പറയുന്നത്
ദൈവത്തിന്റെ മാർഗത്തിൽ നമ്മൾ ഇറങ്ങിത്തിരിക്കുമ്പോൾ ധനം കൊണ്ടും ദേഹം കൊണ്ടും. അപ്പൊ ദാരിദ്ര്യത്തിന് മുമ്പുള്ള സമ്പന്നത എന്ന് പറയുന്നത് ഒന്നുണ്ട്. ഉള്ള സമയത്ത് ഉള്ളതുപോലെ അൽഹംദുലില്ലാഹ് അയൽക്കൂട്ടം മെമ്പേഴ്സിനെ ഞാൻ അഭിനന്ദിക്കുകയാണ്. കാരണം നിങ്ങളിലൂടെയാണ് സേവന കേന്ദ്രത്തിന് എന്ത് വന്നത്, ആംബുലൻസ് വന്നത്. നിങ്ങളിലൂടെയാണ് ഇപ്പൊ സേവന കേന്ദ്രത്തിന് അവിടുത്തെ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പൈസ കൊടുത്തത്. നിങ്ങളിലൂടെയാണ് ഒരു സഹോദരിക്ക്. ഇങ്ങനെ പലതുമായിട്ടും നിങ്ങളുടെ പ്രവർത്തന റിപ്പോർട്ടിൽ കാണുന്നത് കൊണ്ട് തന്നെ നിങ്ങൾ നന്നായിട്ട് നിങ്ങളിൽ നിന്ന് കഴിയാവുന്നത് ഞാൻ പലപ്പോഴും അശ്വാക്കിനോട് ചോദിക്കുമ്പോൾ എത്ര അയൽക്കൂട്ടം മെമ്പേഴ്സ് തന്നെ അവരുടെ കൈ, നമ്മളൊക്കെ എന്താ ചെയ്യാം, വേഗം വേറെ ആരുടെയൊക്കെ ചോദിക്കാനോ പോയത്. പക്ഷെ അല്ല, നിങ്ങളുടെ കയ്യിൽ നിന്ന് അൽഹംദുലില്ലാഹ് അതൊക്കെ നല്ലൊരു മനസ്സാണ്. ഈ മനസ്സ് പിശാചിന്റെ വഴിയിലൂടെയും എളുപ്പമായിരിക്കും പോകാൻ. അതിലൊന്നും പോകാതെ ഈ ചെയ്യുന്ന എന്റെ 1 രൂപ, എന്റെ 10 രൂപ എനിക്ക് നാളെ പരലോകത്ത് അതിന്റെ പ്രതിഫലം ദൈവം തരുമെന്നുള്ള ബോധത്തോടു കൂടി തന്നെ പരമാവധി ചെലവഴിക്കാൻ നിങ്ങൾ സന്നദ്ധരാകുക. പിന്നെ പറയുന്നത് ജോലി തിരക്കിന് മുമ്പുള്ള ഒഴിവ് സമയം. എങ്ങനെയാണ് നമുക്ക് മുമ്പോട്ട് നമുക്ക് അറിയേയില്ല അല്ലെ. ദൈവത്തിന് മാത്രം അറിയാൻ, അല്ലാഹുവിന് മാത്രം അറിയാൻ കഴിയുന്ന ഒരു സംഭവമാണ്. അപ്പൊ ഈ 5 അവസ്ഥകൾ, ജോലി തിരക്ക് വരുന്നതിന് മുമ്പേ, അസുഖം വരുന്നതിന് മുമ്പേ, മരണം വരുന്നതിന് മുമ്പേ, പ്രായാധിക്യം വരുന്നതിന് മുമ്പേ ഒക്കെ തന്നെ നമുക്ക് അല്ലാഹു നൽകിയ ഈ വലിയ അനുഗ്രഹമാണ് ആരോഗ്യം എന്ന് പറയുന്നത്, സമയം എന്ന് പറയുന്നത്. ഇതൊക്കെ തന്നെ നിങ്ങൾ പരമാവധി ഉപയോഗപ്പെടുത്താൻ, സമൂഹത്തിന് വേണ്ടി പരമാവധി ഉപയോഗപ്പെടുത്താൻ, അങ്ങനെ നമ്മൾ മുന്നോട്ട് പോകണം എന്നുള്ളതാണ് എനിക്ക് അന്തിമമായിട്ട് പറയാനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മരണം എന്ന് പറയുന്നത് നമ്മുടെ മുമ്പിലുള്ള എൻ്റെ ഒരു റിയാദിലുള്ള സഹപ്രവർത്തകൻ, എനിക്ക് എപ്പോഴും അഷ്ഫാഖിനെയാണ് ഓർമ്മ വരുന്നത്. അദ്ദേഹത്തെ കാണുമ്പോൾ ജമീൽ സാഹിബ് എന്നാണ് പേര്. അഷ്ഫാഖ് തന്നെയാണ് ഒരാങ്ങളെ പോലെ എന്തിനും നമ്മൾ വിളിക്കാൻ ജമീൽ സാഹിബ് എന്നുള്ള ഒരു ചെറുപ്പക്കാരനാണ്. അദ്ദേഹം ഒരു ദിവസം ഹോസ്പിറ്റലിൽ ജോലി കഴിഞ്ഞിട്ട് തിരിച്ച് റൂമിലെത്തിയിട്ട് ഷർട്ടിന്റെ കുടുക്ക് ഊരിക്ക്, ചെറുപ്പക്കാരനാണ്, 3 മക്കളുള്ള ചെറുപ്പക്കാരനാണ്. ഭാര്യ കൊല്ലത്തുകാരാണ്, ഭാര്യ കൗൺസിലറാണ്. നല്ല എല്ലാം കൊണ്ടും നല്ല തികഞ്ഞ പരിപാടികൾക്കൊക്കെ തന്നെ സജീവ സാന്നിധ്യം എന്ന് പറയാം. എല്ലാത്തിനും മോടി നടന്ന് സ്വാഗതം തന്നെ നിങ്ങൾക്ക് എപ്പോഴും ഓർമ്മ വരുന്ന അതേപോലത്തെ ഒരു ചെറുപ്പക്കാരൻ ജോലി കഴിഞ്ഞ് വീട്ടിൽ വന്നിട്ട് ഷർട്ടിന്റെ കുടുക്കയക്കുമ്പോഴാണ് കുഴഞ്ഞു വീഴുന്നത്. അതോടുകൂടിയിട്ട് ബോധം നഷ്ടപ്പെട്ടിട്ട് പിന്നെ 3 മാസത്തോളം ഇന്നലെ രാത്രി അല്ലാഹുവിലേക്ക് അദ്ദേഹം യാത്രയാവുകയും ചെയ്തു. അപ്പോ ഈ 3 മാസം എന്ന് പറയുന്നത് ഒന്നും അറിഞ്ഞിട്ടില്ല. അങ്ങനെ 3 മാസം റിയാദിലുള്ള ഹോസ്പിറ്റലായിരുന്നു. കഴിഞ്ഞ ഒരാഴ്ച ഇക്ര ഹോസ്പിറ്റലിലേക്ക് എത്തിയ അന്ന് വൈകുന്നേരത്തിന് ഞാൻ പോയി. കാരണം ഞാൻ ഇഷ്ടപ്പെടുന്ന, എനിക്ക് എന്റെ ആങ്ങളെ പോലെ കാണുന്നൊരു സഹോദരനായതുകൊണ്ട് തന്നെ ഒന്നും നോക്കാതെ ഇക്ര ഹോസ്പിറ്റലിലേക്ക് പോയി. അവിടെ എത്തിയപ്പോൾ ജമീൽ സാഹിബിന്റെ ICUന്റെ നമ്പറും കാര്യങ്ങളൊക്കെ ചോദിച്ച് പുറത്ത് നിന്നപ്പോ പറഞ്ഞ് പുതിയ ഹാളിലേക്ക് കൊണ്ടുപോയിരിക്കുകയാണ്, എന്തോ ഒരു ചെക്കപ്പിന് വേണ്ടിയിട്ട്. അപ്പൊ എന്ത് ചെയ്ത് മുൻവശത്ത് തന്നെ കാത്തു നിന്ന്. ഈ കാത്തു നിന്നിട്ട് ആംബുലൻസിൽ ഇങ്ങനെ പേഷ്യൻസിനെ അപ്പുറത്തുനിന്ന് ചെക്കപ്പ് ഒക്കെ കഴിഞ്ഞ് പേഷ്യൻസിനെ ഇങ്ങനെ കൊണ്ടുവരുന്നത്, ഓരോ ആംബുലൻസ് വരുമ്പോഴും ഞാനും എന്റെ ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോയി നോക്കും, അല്ല വേറെ ആരും ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നപ്പോ ഒരാള് ചുരുണ്ടു കൂടി കിടക്കുന്ന ഒരാള്. അപ്പോ പറഞ്ഞ ജമീൽ സാഹിബ് അല്ല, കൂടെ ആരുമില്ല, ജമീൽ സാഹിബ് അല്ല. അങ്ങനെ നമ്മൾ പിന്നെ കുറേ സമയം കാത്തു ഭർത്താവും കൂടി ഉണ്ടായിരുന്നു. നമ്മളിങ്ങനെ പോയി നോക്കും, അല്ല വേറെ ആരും ഒരു പേഷ്യന്റിനെ കൊണ്ടുവന്നപ്പോ ഒരാള് ചുരുണ്ടു കൂടി കിടക്കുന്ന ഒരാള്. അപ്പോ പറഞ്ഞ ജമീൽ സാഹിബ് അല്ല, കൂടെ ആരുമില്ല, ജമീൽ സാഹിബ് അല്ല. അങ്ങനെ നമ്മൾ പിന്നെ കുറേ സമയം കാത്തുനിന്നിട്ട് ആംബുലൻസ് ഇങ്ങനെ വരുന്നുണ്ട്, ജമീൽ സാഹിബില്ല. എന്നാൽ നമ്മൾ ICUന്റെ അടുത്ത് പോയി ചോദിക്കുമ്പോൾ പറയുന്നത് ഇപ്പൊ വരും എന്ന് പറയും. അങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഞാൻ വിശേഷങ്ങളൊന്ന് സിസ്റ്ററോട് ചോദിക്കും. കാരണം മക്കൾ ഉണ്ടായിരുന്നു കൂടെ, അവർ കോഴിക്കോട് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ലേറ്റ് ആകുമ്പോൾ നമുക്ക് ടെൻഷൻ ഉണ്ടാവുമല്ലോ. എന്തായാലും നോക്കിയിട്ട് നമുക്ക് നാളെ ഒന്നും കൂടി വരാം, എനിക്ക് കാണാനൊന്നും പറ്റില്ല, നാളെ ഒന്നും കൂടി വരാന്ന് പറഞ്ഞ് വയസ്സിൽ പറഞ്ഞ് മൂപ്പർ ഇവിടെ എത്തി. സിസ്റ്റർ ഡ്യൂട്ടി മാറി വന്നപ്പോൾ വേറൊരു സിസ്റ്റർ പറഞ്ഞാൽ ഇവിടെ എത്തി. പടച്ച തമ്പുരാനെ അതിശയിച്ചത് നമ്മൾ ആ പുറത്തു നിന്ന് കണ്ട ചുരുണ്ടു കൂടി കിടന്ന മനുഷ്യൻ ഒരു നേരം കൊണ്ടായിരുന്നു ഈ 3 മാസം കൊണ്ട് അദ്ദേഹം ആയിരുന്നു. എന്നിട്ട് പ്രതീക്ഷയായിരുന്നു. ഞാൻ 2 ദിവസം മുമ്പ് അദ്ദേഹത്തിന്റെ ഭാര്യയായിട്ട് ചാറ്റ് ചെയ്തപ്പോൾ പറഞ്ഞു, അതിനകത്ത് ദുആ ചെയ്യണേ, ഇനി വീട്ടിലെത്തി എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു മൂപ്പർക്കപ്പം എങ്ങനെ ട്രീറ്റ്മെന്റ്? എന്ന് പറഞ്ഞ് ട്രീറ്റ്മെന്റ് ഇനി എന്താണെന്നത് ഡോക്ടർ പറഞ്ഞത് വീട്ടിലേക്ക് കൊണ്ടുപോയി വന്നിട്ട് വീട്ടിൽ വന്ന് അതിനകത്ത് ഇനി പ്രാർത്ഥനയാണ്.
പക്ഷേ എന്ത് പറഞ്ഞാലും ഒരു സമയത്തുമ്പം നിശ്ചയിച്ച സമയത്ത് നമ്മൾ ഇവിടുന്ന് പോകുമെന്നുള്ളതിൽ ഓരോ ദിവസവും നമുക്ക് പഠിച്ചതിങ്ങനെ കാണിച്ചു തരികയാണ്. അങ്ങനെ ഇന്നലെ രാത്രി അള്ളാഹുവിലേക്ക് യാത്രയായി എന്നുള്ള മെസ്സേജാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് അന്തിമമായിട്ട് എനിക്ക് പറയുവാനുള്ളത്, നിങ്ങളുടെ കഴിവുകളെ, നിങ്ങളുടെ സമയത്തെ, നിങ്ങളുടെ ആരോഗ്യത്തെ നിങ്ങൾ അള്ളാഹുവിന് വേണ്ടി സമർപ്പിക്കാൻ തയ്യാറാവണം. കാരണം നമ്മൾ ഓരോരുത്തരും ഇവിടെ നിന്ന് പോകേണ്ടവരാണ്. ആരും വെറുതെ സ്വർഗം കിട്ടുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഇവിടെ ജീവിക്കേണ്ടതില്ല. കാരണം ദൈവം തന്നെ, അള്ളാഹു തന്നെ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾക്ക് വെറുതെ സ്വർഗം ലഭിക്കുകയില്ല. നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ പ്രതിഫലമാണ്. ഇതുവരെ ചെയ്ത പ്രവർത്തനങ്ങളൊക്കെ തന്നെ അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ഇനിയും ഒരുപാട് കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി ചെയ്യാൻ, നല്ല നല്ല കാര്യങ്ങൾ ചെയ്യാൻ നമുക്ക് ഈ കൂട്ടായ്മയിലൂടെ, നന്മ വെൽഫെയർ സൊസൈറ്റിയുടെ കൂട്ടായ്മയിലൂടെ നമുക്ക് സ്വന്തത്തിനും നമുക്ക് സമൂഹത്തിനും നമുക്ക് മറ്റുള്ളവർക്കും വേണ്ടി ചെയ്യുവാനുള്ള ഒരു മനസ്സും തൗഫീഖും നൽകിയ റബ്ബ് സുബ്ഹാനഹു വ തആല നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. നിങ്ങൾ താമസിക്കുന്ന ഓരോ പ്രദേശത്തും നമ്മളുടെ കൂട്ടങ്ങളുണ്ട്. അതേ കൂട്ടങ്ങൾ എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മൾ ഒരുമിച്ച് കൂടിക്കൊണ്ട് അള്ളാഹുവിന്റെ ദീനിനെ കുറിച്ച് പഠിക്കുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നവരുണ്ട്. അവരുടെ കൂടെ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ അവരുടെ കൂടെ സമീപിക്കുക. നിങ്ങളുടെ സമയത്തെ വേറെ ഒന്നുമില്ല, നാളെ ആഖിറത്തിലേക്ക് വേണ്ടി നിങ്ങൾക്ക് എന്തെങ്കിലും കിട്ടാനുള്ള ഒരു അവസരമായി കണ്ടുകൊണ്ട് നിങ്ങൾ അതിനെ കാണുക, പഠിക്കുക, മനസ്സിലാക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെല്ലാവരെയും ഈ ലോകത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുകയാണ്. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനത്തൻ വഫിൽ ആഖിറതി ഹസനത്തൻ വഖിനാ അദാബന്നാർ. വആഖിറു ദഅ്വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.